ഹായ് നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വി സതീശൻ വേണോ, രമേശൻ വേണോ, KC വേണോ എന്നുള്ള ചർച്ച അങ്ങനെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊതുജനാഭിപ്രായത്തിൽ എല്ലാവരും പറയുന്ന ഒരു പേര് BD എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഹോരാത്രം കോൺഗ്രസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു എന്താ പറയുക ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ഉറക്കത്തിൽ നിന്ന് ഒരു ഉണർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു ശക്തനായിട്ടുള്ള നേതാവിനാണ് VD സതീശൻ. പക്ഷെ നമ്മളവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ എന്താ പറയുക ഒരു മുഖ്യമന്ത്രി എന്നുള്ള ലെവലിലേക്ക് വരാൻ യോഗ്യനായിട്ടുള്ള വേറൊരാളാണ് നമ്മുടെ രമേശ് ചെന്നിത്തല എന്നുള്ള വ്യക്തി. രമേശ് ചെന്നിത്തല എന്നുള്ളത് മുഖ്യമന്ത്രി പദവി വരെ എത്തി, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആഭ്യന്തരം വരെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് നെക്സ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഒരുപാട് ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് നെക്സ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളത് ഒരു ആഗ്രഹവും, പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു അവസാനത്തെ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് ചൂടെടുക്കുന്ന ഒരാളുടെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു CM അല്ലെങ്കിൽ ഒരു PM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം ഒക്കെയാണ്. പക്ഷെ പദവിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അതിനുള്ള യോഗ്യതയും അതിനുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ അതിനുള്ള ഒരു വിൽ പവറൊക്കെ ഉള്ള ഒരാളിനും പദവിയിലേക്ക് എത്തിപ്പെടാം. നേതാക്കന്മാരാവാൻ എല്ലാവർക്കും പറ്റും. മറ്റേ ഇയാൾ പറഞ്ഞ പോലെ എന്താ പറയുക രാഷ്ട്രീയ പ്രവർത്തകരാവാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ പൊതുപ്രവർത്തനായി അതിന് ജനസമ്മതി നേടി, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച് ആ ജനങ്ങളെ കൊണ്ട് എന്താ പറയുക പറയിപ്പിക്കുക എന്നുള്ളത്, അത് തന്നെയാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ വിജയം. അതായത് എനിക്ക് ഇന്ന നേതാവിനെ മതി, അല്ലെങ്കിൽ ഇയാളുടെ കയ്യിൽ ഞങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് തോന്നുക എന്നുള്ളത്, അവിടെയാണ് ശരിക്കും പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ്റെ ജനനം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ ബാക്കിയുള്ളവരുടെ എഫർട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇതിന് യോഗ്യത ഇല്ല എന്നുള്ളതൊന്നുമല്ല. എന്നിരുന്നാൽ കൂടിയിട്ട് ഈ VD സതീശൻ എന്നുള്ള പേര് നമ്മളെ ജനമനസ്സുകളിൽ ഇപ്പോൾ കയറി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭാവി കോൺഗ്രസ് അല്ലെങ്കിൽ ഭാവിയിലുള്ള പൊതുജനം അല്ലെങ്കിൽ ഭാവിയിലെ കേരളം സുരക്ഷിതമായിരിക്കും എന്നുള്ളൊരു തോന്നൽ എല്ലാവരിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങളെല്ലാവരും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഭരണവിരുദ്ധ തരംഗത്തിലൂടെ ഒരുപാട് വോട്ടുകൾ, അത് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആയാലും ഭരണപക്ഷത്തിൻ്റെ ആയാലും ഒക്കെ ഒരുപാട് വോട്ടുകൾ എന്താ പറയുക കിട്ടാൻ സഹായിച്ചു എന്നിരുന്നാൽ കൂടിയിട്ട് VD എന്നുള്ളൊരു പേര് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ജനസമ്മതി അല്ലെങ്കിൽ ഒരു വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തെ കളഞ്ഞു കുളിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യമാണ്. അപ്പോൾ പലരും ഇപ്പോൾ പറയാനായിട്ട് സോഷ്യൽ മീഡിയയിലല്ല തീരുമാനിക്കേണ്ടത്, ഘടകകക്ഷികളല്ല തീരുമാനിക്കേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതായത് പൊതുജനം തന്നെയാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാതെ ഒരു ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഒരു സഭയും ഇവിടെ നിലനിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട പൊതുജനങ്ങളുടെ അഭിപ്രായം അത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തീരുമാനിക്കണം. സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് ഈ അഭിപ്രായങ്ങൾ വരുന്നത്. അല്ലാതെ നിങ്ങളടുത്ത് ആരെങ്കിലും അടുത്ത് നേരിട്ട് വന്ന് ചെവിയിൽ സംസാരിക്കാൻ നിങ്ങൾ ആരെങ്കിലും നേതാക്കന്മാരെ സമ്മതിക്കും? സോഷ്യൽ മീഡിയ എന്നുള്ള വലിയൊരു വിപ്ലവമുള്ളിടത്തോളം കാലം അതിലൂടെ തന്നെ പ്രതികരിക്കണം. അതിലൂടെ തന്നെ പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ ജനങ്ങളുടെ നേരിട്ടുള്ള പ്രതികരണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണം. ഇത്തരം വിവരക്കേടുകൾ, അതായത് സോഷ്യൽ മീഡിയയിലെ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ അതേപോലുള്ള വിവരക്കേടുകൾ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരെ അടുത്ത പ്രാവശ്യം ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് കണ്ടറിയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതികരിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ ചെവിയിലേക്ക് അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു കൂട്ടത്തിൻ്റെ ചെവിയിലേക്ക് എത്തിപ്പെടുമെന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അങ്ങനെ എത്തിപ്പെടുമെന്ന് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം ചർച്ചകൾ നിങ്ങൾ അങ്ങനെ അവഗണിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക ചെയ്യരുത്. ഇപ്പോൾ കാണുന്ന പല നേതാക്കന്മാരും ചെയ്യണത് സോഷ്യൽ മീഡിയ അല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു പറച്ചിലാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പൊതുജനം തന്നെയാണ്. ഇന്ന് 90% എന്താ പറയുക എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷെയറിങ്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക PR വർക്കൊക്കെ നടക്കുന്ന സോഷ്യൽ മീഡിയ. എന്നിട്ട് അവസാനം വരുമ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് പാലം കടന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുക എന്നുള്ളൊരു പറച്ചിലാണ് പല നേതാക്കന്മാരുടെ കയ്യിൽ നിന്നും നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പോരായ്മ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ തന്നെയാണ്. പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തിരിഞ്ഞു കൊത്തും. പിന്നെ 5 കൊല്ലം തികയണേൻ്റെ ഒരു 5 മാസം മുമ്പാകും വീണ്ടും പ്രവർത്തനങ്ങൾ ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് നമ്മളെ സോപ്പിടുക. അത് പലർക്കും ഇത് മനസ്സിലാവാതെ അല്ലെങ്കിൽ ആ സമയത്ത് ആ ഒരു വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതിലൂടെ നമ്മൾ വോട്ട് ഇവർക്കൊക്കെ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഇവർ മുതലാക്കണം, അല്ലെങ്കിൽ അതൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു എന്താ പറയുക തന്ത്രം തന്നെയാണ്. അപ്പോൾ ആ തന്ത്രം തന്നെ ഇപ്പോഴും പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലത്തിലും ശക്തമാണ് ഈ അഞ്ച് കൊല്ലം, ഇനി ഇതിലും ശക്തമായിരിക്കും അടുത്ത 5 കൊല്ലം. എങ്ങനെയൊക്കെ വിപ്ലവങ്ങൾ ഓരോ ദിവസവും വിപ്ലവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ മാനിക്കാതെ എന്തെങ്കിലും ഇതേപോലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 5 കൊല്ലമൊന്നും പോകാനൊരു പണിയില്ല.
മനസ്സിൽ അല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ സൂക്ഷിക്കപ്പെട്ടുള്ള സാധനങ്ങൾ അന്ന് കുത്തിപ്പോക്കി അന്ന് ഇതേപോലെ ഈ ഒരു ഭരണവിരുദ്ധ അല്ലെങ്കിൽ മുമ്പത്തെ ഗവൺമെൻറ് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയത് ചിലപ്പോൾ ഒരു 8-ാം വർഷം 7-ാം വർഷമൊക്കെ ആയിരിക്കണം 10 കൊല്ലം ഭരിച്ചതിൽ. പക്ഷെ നിങ്ങളിത് 1ാമത്തെ ദിവസം തൊട്ട് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ട് 5 കൊല്ലം കഴിയണ്ട അപ്പോഴത്തേനും മറക്കുമെന്ന് വിചാരിച്ചാൽ ഇതൊന്നും മറക്കൂല. ഇതൊക്കെ സേവായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ സൂക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അവസാനം ആ സമയത്ത് നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അന്ന് പിന്നെ കറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടോ കാര്യമില്ല. അപ്പോൾ എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് സോഷ്യൽ മീഡിയയിലുള്ള ഉള്ള അഭിപ്രായം തന്നെയാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണം സാധാരണക്കാരൻ്റെ പ്രതികരണമാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത്. നേരിട്ട് വന്ന് ഞങ്ങൾക്ക് ആർക്കും നിങ്ങളെ സമീപിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ പറ്റാത്തത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ജനങ്ങൾ പറയുകയും ചെയ്യും. കാരണം ജനാധിപത്യത്തിൽ അത് നമ്മളുടെ അവകാശം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലിയുള്ള തർക്കത്തിൽ പൊതുജനം അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ളതിലുള്ള അഭിപ്രായം ഭൂരിപക്ഷ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ നേതാക്കന്മാരല്ല അല്ലെങ്കിൽ അവർ കഴിവില്ലാത്തവരല്ല, അവർ അഹോരാത്രം ഇതിന് പണിയെടുത്തിട്ടില്ല എന്നൊന്നും പറയണില്ല. എല്ലാവരും പണിയെടുത്തിട്ടല്ലാണ്ട് പക്ഷെ നമുക്കൊരു വിശ്വാസം അല്ലെങ്കിൽ നമ്മളെ പൊതുജനത്തിൻ്റെ ഒരു വിശ്വാസം പിടിച്ചു പറ്റിയിട്ടുള്ളൊരു നേതാവാണ് ഈ വി.ഡി. സതീശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് പൊതുജനത്തിലെ. എന്താ പറയുക, നമ്മളെ അഭിപ്രായങ്ങൾ പല തുള്ളിയല്ലേ പെരുവെള്ളം. അപ്പോൾ അതിലെ ഒരു തുള്ളിയുടെ എന്തെങ്കിലുമായിട്ട് നമ്മളെ അഭിപ്രായങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തിപ്പെടും എന്ന് വിചാരത്തിൽ നിർത്തുന്നു. ഓക്കെ.